ഹലോ എല്ലാവർക്കും ആതിര വ്ളോഗ്സിലെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓണത്തിൻ്റെ എത്രാമത്തെ ദിവസമാണ് ഗൈസ്? ഇന്ന് വ്യാഴാഴ്ചയാണ് കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ എണീറ്റിട്ട് എന്നും ചെയ്യുന്നത് പോലെ തന്നെ അടുക്കളയത്തെ പണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് പൂവിടാൻ നിന്നത് കേട്ടോ. സ്കൂളുണ്ടെങ്കിൽ പിന്നെ അതേ നടക്കുകയുള്ളൂ. അല്ലാത്ത ദിവസം നമുക്ക് പൂവൊക്കെ ഇട്ട് സമാധാനത്തിൽ അടുക്കളയിൽ കയറിയാൽ മതി. പക്ഷേ സ്കൂളിലുള്ളപ്പോൾ അത് നടക്കില്ലല്ലോ. അപ്പോൾ ചോറായിട്ടുണ്ട്, പിന്നെ കൂട്ടാൻ ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു കേട്ടോ, മീൻ കറി. അപ്പോൾ പിന്നെ മാളൂട്ടിക്ക് മാത്രമേ സ്കൂളുള്ളൂ, പൊന്നൂസ് പോകണില്ല പറഞ്ഞു കേട്ടോ. ഇന്ന് അവർക്ക് ഓണ സെലിബ്രേഷനാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ ഉരുളക്കിഴങ്ങ് വറുത്ത് തരുമോ ചോദിച്ചു. അവൾക്ക് മീൻകറി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ശരി പറഞ്ഞിട്ട് ഞാൻ അതും വറുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പിള്ളേർ വന്നിട്ട് പൂവൊക്കെ ശരിയാക്കുകയാണ് കേട്ടോ, പൂവിടാൻ വേണ്ടിയിട്ട്. പൊന്നൂസാണ് ഇന്ന് പൂവിടാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ, നമുക്ക് സുഖമില്ലേ എന്നും പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ മിറ്റൊക്കെ അടിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ട് വേഗം വന്നേ. എന്താ വെച്ചാൽ അടുക്കളയിൽ പണിയൊക്കെ ഒതുങ്ങിയല്ലോ. പിന്നെ ചെരുപ്പ് എത്ര സ്റ്റാൻഡിൽ എടുത്ത് വയ്ക്കാൻ പറഞ്ഞാലും ആരും എടുത്ത് വയ്ക്കില്ല കേട്ടോ. എൻ്റെ കുഞ്ഞൂസും ഞാനും മാത്രം ചെരുപ്പ് നേരെ എടുത്ത് വയ്ക്കുള്ളൂ. ബാക്കി ഇവർ 3 പേരും കേൾക്കില്ല. അപ്പോൾ ഡെയിലി അതെടുത്തിട്ട് ഒരു ദിവസം ഒരു 3-4 പ്രാവശ്യം എടുത്ത് മാറ്റി വെക്കേണ്ട പണി എൻ്റെയാണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, അങ്ങനെ കിടക്കുന്നത് കണ്ടാലേ വീട് വൃത്തിയാക്കാത്ത പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ചെരുപ്പ് കണ്ടു കഴിഞ്ഞാൽ വേഗം എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ എന്തായാലും രാവിലെ എണീറ്റിട്ട് ചെരുപ്പൊക്കെ അത് എടുത്ത് വെച്ചു കേട്ടോ. രാവിലെ എണീറ്റിട്ടല്ല, ഇപ്പോൾ രാവിലെ മിറ്റടിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് എടുത്ത് വെച്ചു കേട്ടോ. എന്നിട്ടും കുഞ്ഞൂസ് ഇടയിൽ വന്നത് വലിച്ചിട്ടതാണ് അവിടെ കാണുന്നത് കേട്ടോ. അവൻ്റെ ചെരുപ്പ് എടുക്കുമ്പോൾ ബാക്കിയുള്ള ചെരുപ്പൊക്കെ അവൻ വലിച്ചെറിയും. പിന്നെ പൂക്കളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഇടുമ്പോൾ മാത്രമേ ആ ഒരു ഭംഗിയിലും വൃത്തിയിലും കിടക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പൂക്കളത്തിൽ പൂവുണ്ടാവില്ല, ബാക്കി എല്ലാവിടെയും പൂ കിടക്കുന്നുണ്ടാവും കേട്ടോ. കുഞ്ഞൂസ് വന്ന് അതെല്ലാം മോളിക്കെറിഞ്ഞ് കളിക്കലാണ് ഇപ്പോൾ പരിപാടി. പിന്നെ മഴയില്ലാത്തതുകൊണ്ടാണ് നടക്കുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒലിച്ചു പോയിട്ട് അതുപോലെ തന്നെ പൂക്കളത്തിലുണ്ടാവില്ല, ബാക്കി എല്ലാവിടെയും പൂവുണ്ടാവും കേട്ടോ. അതാണ് അവസ്ഥ. സിറ്റ് ഔട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എപ്പോൾ അത് അലങ്കോലായി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഞാൻ അതൊക്കെ എല്ലാവരുടെയും അടിച്ചു കോരി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് കുറച്ച് നേരമെങ്കിലും ഭംഗി കാണാം അല്ലേ. പൂവിടാനും ഒരു കുഴപ്പമില്ല കേട്ടോ. അല്ല വെച്ചാൽ നല്ല കൊതുകുണ്ടാവും. പിന്നെ ഒന്നും മാളൂട്ടിക്ക് സ്കൂളിൽ പോകണമല്ലോ, അവളപ്പോൾ പല്ല് തേക്കാനൊക്കെ നിന്നു കേട്ടോ. അത് കണ്ടിട്ട് കുഞ്ഞൂസ് ഞാൻ പല്ല് തേക്കാൻ പറഞ്ഞ് പൽപ്പൊടിയും കൊണ്ട് വന്നേ. മാളൂട്ടി ഉമ്മർത്ത് സിറ്റ് ഔട്ടിൽ എന്നിട്ട് പല്ല് തേക്കുന്നുണ്ടപ്പോൾ കുഞ്ഞൂസ് അവനും അവിടെ തന്നെ ഇരുന്ന് തേക്കണം വേണ്ടി വന്നായിരുന്നു കേട്ടോ. ഞാൻ നമുക്ക് പാക്ക് പോവാ പല്ല് തേക്കാൻ പറഞ്ഞാൽ കേൾക്കണേ ഇല്ല. ഇനി ഇവിടെയൊക്കെ തുപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് ചേച്ചി കണ്ടാൽ പോയിരിക്കണമെന്നൊക്കെ പറഞ്ഞ് കയ്യോടെ പിടിച്ചു കൊണ്ടുപോയി കേട്ടോ. അതുപോലെ അവന് തേച്ച് കഴിഞ്ഞാൽ തുപ്പാനൊന്നും അറിയില്ല, അവൻ പകുതി മുഴുങ്ങും. അപ്പം അടുത്ത് നിന്ന് തുപ്പ് മുഴുങ്ങരുതെന്ന് പറഞ്ഞിട്ടേ ഇരിക്കണം, അപ്പോഴേ തുപ്പുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അവന് തേച്ച് കൊടുക്കുന്നുണ്ട്. അവൻ്റെ സമാധാനത്തിന് 2 പ്രാവശ്യം തേക്കാൻ കൊടുത്തില്ല വെച്ചാൽ അവൻ എനിക്ക് തേക്കാൻ തരില്ല. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം അവരുടെ അടുത്ത് തേച്ചോ പറയും. പിന്നെ അവനൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് കുടിക്കാൻ പാലൊക്കെ കാച്ചി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മാൾട്ടിൻ്റെ യൂണിഫോം അല്ല ഡ്രസ്സ് തേക്കാൻ വിചാരിച്ചു. പട്ടുപാവട ഇട്ടിട്ട് ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ പഴയൊരു പട്ടുപാവട ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. പുതിയത് വാങ്ങിയത് വേണം ഇടണം എന്ന് അവൾ പറഞ്ഞു കേട്ടോ. ഞാൻ സമ്മതിച്ചില്ല. എന്തറിയോ, ഇവർ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ മഴയൊക്കെ ഉണ്ട് വെച്ച ചെളിയിൽ കൂടെയൊക്കെ ഓടി അലങ്കോലാക്കി വൃത്തികേടാക്കിയിട്ട് വരും. പിന്നെ നമ്മളത് ഓണത്തിനിടുന്നത് എങ്ങനെ ഇടുക അല്ലേ? അപ്പോൾ ഒരു പുതുമ വേണ്ടേ? നമുക്കൊരു പുതുമ തോന്നില്ല അല്ലേ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വേണ്ട, ഇത് ഇട്ടാൽ മതി പറഞ്ഞിട്ട് ഈ ഡ്രസ്സ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് വലിയ സംതൃപ്തിയൊന്നും ഇല്ല. പിന്നെ ആളെ സംതൃപ്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി തിളങ്ങുന്ന മാലയും കമ്മലൊക്കെ ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. എന്താ വെച്ചാൽ ഈ പട്ടുപാവാട വാങ്ങിയാലില്ലേ ഇവരിട്ടിട്ടേ ഇല്ല കേട്ടോ. ആകെ 2-3 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. 2 കൊല്ലമായി വാങ്ങിയിട്ടെങ്കിലും അപ്പോൾ നമുക്ക് മുതലാവണ്ടേ അല്ലേ? അപ്പോൾ പിന്നെ ഞാൻ പക്ഷേ സ്കൂളിലേക്കൊന്നും ഇട്ടിട്ടേ ഇല്ല കേട്ടോ. ആകെ കുഞ്ഞൂസിൻ്റെ 28-നും പിന്നെ വേറെ ഏതോ ഒരു ദിവസം ഇട്ടിട്ടുള്ളൂ. അത്രയും പഴക്കമുണ്ട് കേട്ടോ. തേച്ചപ്പോൾ നല്ല പുതിയതുപോലെയായി. പിന്നെ ഈ തുണിയിൽ എവിടെയോ നൂല് വലിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തു. ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ നന്നായിട്ടുണ്ടല്ലോ പറഞ്ഞ് നോക്കുകയാണ് കേട്ടോ. പൊന്നൂസും പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. അവൾ പൂവിട്ടിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇതാണ് അവളുടെ ഡിസൈൻ. സൂപ്പറായിട്ടില്ലേ ഗൈസ്? ഞാനും നെട്ടിപ്പോയി. അടിപൊളിയായി ഡിസൈനായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ എന്നിട്ട് ഇതാ ഞാൻ പറഞ്ഞ പോലെ തലതള മാലയൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷേ ആൾക്ക് ആ ജാക്കറ്റിൻ്റെ ഇറക്കം തീരെ പിടിച്ചിട്ടില്ല ഗൈസ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ആകെ അസംതൃപ്തി. അതുകൊണ്ടാണ് ഈ പട്ടുപാവാടയുടെ ഇഷ്ടമില്ലാത്ത എന്തറിയോ, ബ്ലൗസ് ഇറക്കം കൂടി പഴയ മോഡലായില്ലേ. ഇപ്പോഴത്തെ ബ്ലൗസൊന്നും ഇറക്കം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവൾ മടക്കി വെക്കുക, പാവാടയുടെ ഉള്ളിൽ ഇൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോകണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ വൃത്തികേടായിട്ടുണ്ട്, ഇൻ ചെയ്യുമ്പോൾ ഒരു ഭംഗിയില്ല, വേണ്ട പറഞ്ഞാൽ കേൾക്കുന്നേ ഇല്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ അവളുടെ സമാധാനത്തിന് വേണ്ടി ഉള്ളിലേക്ക് ഇത്തിരി മടക്കി വെച്ച് കൊടുത്തു.
പക്ഷെ അവൾ സ്കൂൾ വിട്ട് വൈകുന്നേരം വരുന്നത് വരും അത് മടങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അതായത് അവൾ ഇടയ്ക്കിടയ്ക്ക് മടക്കി വെക്കുന്നുണ്ട് എന്നർത്ഥം. എന്തൊരു ഉത്തരവാദിത്തമാണല്ലേ ഇപ്പോഴത്തെ പിള്ളേർക്ക്. പിന്നെ ഇവള് ഡ്രസ്സ് മാറുന്ന കണ്ടിട്ട് റെഡി ആവണം എന്നിട്ട് അവൻ്റെ പുതിയ ഡ്രസ്സും എടുത്തിട്ട് വന്നിട്ട് ഇട്ടത് അമ്മ പറഞ്ഞ് ബഹളം വെക്കലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ അവൾക്കൊക്കെ റെഡിയാക്കി കൊടുത്ത് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ സ്കൂളിൽ വിട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വിശേഷം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെയും ടാറ്റ ബൈ ബൈ, സീ യു.